ദിവ്യ എസ് അയ്യരുടെ പുതിയ പോസ്റ്റ് പലയിടങ്ങളിലും വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ദൃശ്യം അങ്ങോട്ട് നോക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കുടുംബത്തോടൊപ്പമുള്ള അവരുടെ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്തോരം പണിയെടുത്താണ് സംഘപരിവാർ കുങ്ങി മനസ്സുള്ള മാധ്യമപ്രവർത്തകരും ചേർന്ന് ഒരു കുടുംബത്തിന് നേരെ ഡീഗ്രേഡ് കഥകൾ ഉണ്ടാക്കുന്നത്. ആ ഡീഗ്രേഡ് കഥകളെയെല്ലാം ഒറ്റ അടിക്ക് ചില ഫോട്ടോകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ റദ്ദാക്കി കളയുന്ന ഇടപെടലാണ് ദിവ്യ നടത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ സൃഷ്ടിച്ച് അയാളോടൊപ്പം നിന്നാൽ മോശമാണെന്നൊക്കെ വരുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൃഷ്ടിച്ചിരിക്കുന്ന കഥകൾ മുഴുവൻ വ്യാജമാണെന്നും അത് ചില ദുരുദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഫോട്ടോസ് ഒന്ന് കണ്ടില്ലേ? മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയോടൊപ്പം, മകൾ വീണയോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തിയതിനു ശേഷം ഇവരോടൊക്കെ നിന്നാലേ വിവാദമുണ്ടാക്കും, അല്ലെങ്കിൽ എന്നെയും വിവാദത്തിൽപ്പെടുത്തുമെന്ന് ചിലർ ഭയന്ന് മാറി നടക്കുന്നിടത്ത് അങ്ങനെയല്ല. തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവരോട് ഇടപെടാൻ കേരളത്തിലെ സംഘപരിവാർ കോൺഗ്രസ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്മണരേഖ കടന്നു നിന്ന് അവരോട് അടുത്തിടപഴകാനുള്ള ധൈര്യമുണ്ടല്ലോ. പലർക്കും വല്ലാത്ത ചൊറിച്ചിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് പല കഥകളും സൃഷ്ടിച്ചത്. അതിനപ്പുറത്തേക്ക് ധാർഷ്ട്യക്കാരൻ, ധിക്കാരി, അഹങ്കാരി എന്ന തരത്തിൽ മനുഷ്യരോട് ചിരിക്കാത്ത വ്യക്തിയാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ചിരിയുടെ മുഖമായിട്ടുള്ള വ്യക്തി, വളരെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയായിട്ട് പിണറായിയെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ പ്രചരിപ്പിച്ച കഥകളെല്ലാം ആവിയായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ദിവ്യയുടെ സോഷ്യൽ മീഡിയ ഇടപെടൽ ചില്ലറ നാശമല്ല കേരളത്തിലെ വലതുപക്ഷക്കാർക്കുണ്ടാക്കുന്നത്. അവർ എഴുതി പഠിപ്പിക്കുന്ന നിറം പിടിച്ച പല കഥകളും അവർ ഒരു ഫോട്ടോയിലൂടെ തകർക്കുന്നുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനോട് അവർക്കുണ്ടായിരിക്കുന്ന ഒരു ഫാൻ മനോഭാവം അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു മികച്ച ഭരണാധികാരിയെ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള മാറ്റമായിരുന്നു. അതിനുശേഷം കേരളത്തിലെ ഡീഗ്രേഡ് മൊയന്തുകൾ പല തരത്തിലുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവർ തെല്ലും കുലുങ്ങിയിട്ടില്ല. ഇപ്പോഴും ആ പതിവ് തുടരുക തന്നെയാണ്. ഈ ഓണക്കാലത്തും പിണറായിയുടെ കുടുംബത്തോടൊപ്പമുള്ള ഹൃദ്യമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും അത്തരക്കാരെ കാര്യമായിട്ട് ചൊറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദിവ്യ ഓണാഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വീണ്ടും അവർക്കെതിരെ ഒരു സൈബർ അറ്റാക്കിന് സാധ്യതയുണ്ട്. ഞങ്ങൾ സൃഷ്ടിച്ച നുണകൾ തകർത്ത നിങ്ങൾക്കെതിരെ ഞങ്ങൾ പുലഭ്യവും പുലയാട്ടുമായിട്ട് വരും എന്നുള്ളതാണ് ഇവരുടെ പതിവ് രീതി. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ദിവ്യ എസ് അയ്യരുടെ മേളിലേക്കുള്ള കുതിരക്കയറ്റമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സത്യത്തെ, ഒരു യാഥാർത്ഥ്യത്തെ ഒരു മടിയും കൂടാതെ അവർ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ നിരന്തരം ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്നു.